പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസം ഈശോയുടെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് നമ്മളെ കൂടുതൽ ഈശോയുടെ കുരിശിനോടും സഹനങ്ങളോടും ചേർത്ത് അതിൽ ഈശോയുടെ കുരിശിൽ നമ്മുടെ സഹനങ്ങളെ അർത്ഥം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെ വാക്യങ്ങൾ. ഈശോ ഗത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഈശോ തൻ്റെ കൂടെ വന്ന ശിഷ്യന്മാരോട് പറയുന്നു, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചു വന്നതുപോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് ഉണർത്തി ഇരുത്തേണ്ടത് പ്രാർത്ഥനയിലൂടെയാണെന്നാണ് ഈശോ പറയുന്നത്. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കുന്നത് പ്രാർത്ഥനയിലൂടെ വേണമെന്നാണ് ഈശോ പറയുന്നത്. അതാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോയ്ക്ക് അപാരമായ വേദനയും സങ്കടവും ബുദ്ധിമുട്ടുകളും മനസ്സിലും ശരീരത്തിലും എല്ലാം വന്നപ്പോൾ ഈശോ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഈശോ പ്രാർത്ഥിക്കാനായി ഒരിടത്തേക്ക് പോയി. ഈശോയ്ക്ക് പതിവായിരുന്നു പ്രാർത്ഥിക്കാൻ. ഈശോ ഒലിവുമലയിലും മറ്റ് പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇവിടെ ഗത്സമൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്നു. ഈശോയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിഷമത്തിൻ്റെ മണിക്കൂറിനെ, ഏറ്റവും വലിയ പ്രലോഭനത്തിൻ്റെ മണിക്കൂറിനെ, ഏറ്റവും വലിയ സങ്കടത്തിൻ്റെ മണിക്കൂറിനെ ഈശോ ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ മണിക്കൂറാക്കി മാറ്റി എന്നുള്ളതാണ് ഈശോ ചെയ്ത ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കും ഈ ഒരു കാര്യം തന്നെയാണ് ഈശോയിൽ നിന്ന് പ്രധാനമായും പഠിക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിന് വ്യക്തിപരമായ സങ്കടങ്ങളും പ്രലോഭനങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ അതിൽ മറ്റുള്ളവരെ പഴിക്കാതെ, സ്വയം പഴിക്കാതെ, നമ്മുടെ വിധിയാണെന്ന് കരുതി ചിന്തിക്കാതെ, ഏറ്റവും വലിയ വിഷമത്തിൻ്റെ മണിക്കൂറിൽ നമുക്ക് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അതിന് ഫലമുണ്ടെന്നും അത് നമുക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഉറവിടമായി മാറുമെന്നും ഈശോ പറയുന്നു. നമ്മൾ തുടർന്ന് കാണുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. നമ്മളും ആത്മാർത്ഥമായി ഈശോയെ നമ്മുടെ സങ്കടത്തിന്റെ നേരത്ത് വിളിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ദൈവം നമുക്ക് അതിനുള്ള പരിഹാരം, ഉത്തരം, ആശ്വാസം തരും. ഒരുപക്ഷെ അത് തിരുവചനത്തിലൂടെ ആവാം, ദൈവബലിയിൽ കിട്ടുന്ന വചന സന്ദേശത്തിലൂടെ ആവാം, നമ്മുടെ സഹോദരങ്ങളിലൂടെയോ കുടുംബാംഗങ്ങളിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ ഒക്കെ സംസാരിക്കുന്ന സ്വരങ്ങളായിരിക്കാം. അതെല്ലാം ഈശോയുടെ അടുത്ത് ദൂതൻ വന്നതുപോലെ നമ്മുടെ അടുത്തേക്ക് ദൈവം അയക്കുന്ന സന്ദേശങ്ങളും ദൂതരുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പ്രാർത്ഥനയുടെ സമയം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ എൻ്റെ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന, സംസാരിക്കുന്ന, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറയുന്ന സമയം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ സർവശക്തനായ ദൈവം എനിക്കുണ്ട്. എന്ത് സഹായവും തരാൻ പറ്റുന്ന ആളോട് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമുക്ക് വലിയ ആത്മധൈര്യവും ശക്തിയും സ്വർഗത്തിൻ്റെ സഹായവും ലഭിക്കുന്നതിന് ഇടയാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയെപ്പോലെ ജീവിതത്തിൻ്റെ വലിയ വിഷമങ്ങളുടെ ഇടയിലും ഞങ്ങൾക്ക് സ്വയം നിരാശപ്പെട്ടിരിക്കാതെ, മറ്റുള്ളവരെ പഴിക്കാതെ, ഞങ്ങളെ തന്നെ പഴിക്കാതെ, ഞങ്ങളുടെ വിഷമത്തിൻ്റെ മണിക്കൂറിൽ ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ മണിക്കൂറാക്കി അത് മാറ്റാൻ ഞങ്ങളെയും സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളും ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അറിയുവാനും സ്വർഗത്തിൻ്റെ സഹായം സ്വീകരിക്കുവാനും ഞങ്ങൾക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.